അങ്ങനെയല്ല. ഉത്തരവാദിത്വം. റബ്ബ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സംരക്ഷിക്കുന്നവൻ, സംരക്ഷിക്കേണ്ടവൻ. അപ്പം മസ്ഊലിയത്താർക്കാ? അള്ളാഹു തആലക്ക്. അവനാണ് സംരക്ഷിക്കേണ്ടവൻ. അവനാ. ഇവനോ അവൻ നിന്നോടുത്താൽ മതി. ആർക്ക്? സൃഷ്ടി. മനുഷ്യൻ എന്ന് പറയല്ലേ, ഏതൊരു സൃഷ്ടിക്കും റബ്ബാണ് ആര്? അല്ലാഹ്. ഏതൊരു സൃഷ്ടിക്കും റബ്ബാണ് അല്ലാഹ്. അപ്പോൾ മസ്ഊൽ ആരാ? അല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? സംരക്ഷിക്കേണ്ടവൻ. അപ്പോൾ മനുഷ്യർക്ക് ഇവിടെ മൗജൂദായാൽ മതി, അല്ലെങ്കിൽ മഅ്ദൂമായ മതി. മൗജൂദ് ഉണ്ടാവൽ, മഅ്ദൂം ഇല്ലാതെയാകൽ. മൗജൂദായാൽ മൗജൂദിന് ഉണ്ടാകേണ്ട അളവിലും, മഅ്ദൂമായാൽ മഅ്ദൂമിൻ്റെ അളവിലും അവൻ റബ്ബായിരിക്കും. മൗജൂദ് ഉണ്ടായവൻ, ഉള്ളവൻ, മഅ്ദൂം ഇല്ലാത്തവൻ. ഇപ്പോൾ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. അപ്പോൾ അവനാരാ? അല്ലാഹു ആരാ? റബ്ബ്. സംരക്ഷിക്കണം. ഇനി ഒരാൾ അല്ലാഹു തആല മരിപ്പിച്ചു എങ്കിൽ അവന് യോജിച്ചത് കൊടുത്ത് അവന് അല്ലാഹു റബ്ബാണ്. യോജിച്ചു കൊടുക്കും. ചിലപ്പോൾ സ്വർഗ്ഗാവും, ചിലപ്പോൾ നരകവും. അവന് യോജിച്ച് ചിലപ്പോൾ നരകവും, ചിലപ്പോൾ സ്വർഗ്ഗാവും. രക്ഷിക്കുന്നവനാണ് ശിക്ഷിക്കാനും അധികാരം. രക്ഷയുടെ ഭാഗം തന്നെയാണ് ശിക്ഷയും. ശിക്ഷ വേറൊന്നല്ല, രക്ഷയുടെ ഭാഗമാണ് എന്ത്? ശിക്ഷ. ഒരാൾക്ക് ശിക്ഷ മാത്രം പറ്റൂല. 10 പൈസന്റെ ഒരു അരക്കിലോ അരി വരെ ബാപ്പ വാങ്ങിത്തരൂല. വൈകുന്നേരമായ പൊരേക്ക് ഉമ്മാനി മക്കളെയും തല്ലാൻ വേണ്ടി വരും. ആ ബാപ്പ വല്ലാതെ നിലക്കൂല. ഒരു ദിവസം മക്കളും കുടുംബക്കാരും ചവിട്ടി പുറത്താക്കും. അയാളെ രക്ഷിതാവ് എന്നറിയില്ല, അക്രമി എന്ന് പറയാം. ശിക്ഷിക്കാനായിട്ടൊരു ബാപ്പല്ല. ഇനി ഒരു ബാപ്പ അരി കൂട്ടാനൊക്കെ വാങ്ങിക്കൊടുക്കും. കുട്ടികൾ എന്ത് കാട്ടിയാലും ഒരു വാക്ക് വരെ പറയില്ല. അപ്പോൾ ബാപ്പാന്റെ ഏട്ടൻ മൂത്താപ്പയോ, ബാപ്പാന്റെ ബാപ്പയോ, വല്ലിപ്പയോ, ഏതെങ്കിലും അമ്മാവനോ അല്ലെങ്കിൽ അമ്മൂശാക്കയോ ഏതെങ്കിലും ഒരുത്തൻ ഒരു ദിവസം കയറി വന്നിട്ട് ഈ കുട്ടികൾ നാശമായ സന്ദർഭത്തിൽ ആരോട് പറയും? ഇജ്ജ് പണിക്കോയാണ് പൈസയും സാധനം അരിയും കൂട്ടാനും വാങ്ങിക്കൊടുത്താൽ മതി. കുട്ടികൾ കുതിര വിട്ട് കിടക്കണം, ഇജ്ജ് നോക്കണ്ടേ? അത് എൻ്റെ ഉത്തരവാദിത്തല്ലേ? അപ്പോൾ രക്ഷയുടെ ഭാഗം തന്നെയാണ് എന്തും ശിക്ഷയും. രക്ഷയുടെ ഭാഗമാണ് ശിക്ഷ. ശിക്ഷയില്ലെങ്കിൽ രക്ഷയ്ക്കൊരു മയനയില്ല. തല്ല് കൊടുക്കാനൊന്നും അല്ല അതിൻ്റെ അർത്ഥം. ചിലപ്പോൾ തല്ലിന് വേണ്ടി പിന്തിപ്പിക്കാം. ചിലപ്പോൾ ഇപ്പോൾ വിളച്ചു കാട്ടിയാൽ നല്ല പിന്നീട് നന്നാവും എന്ന് അറിയുന്ന ഒരു രക്ഷിതാവിന് അല്ലെങ്കിൽ അധ്യാപകന് ഈ കുട്ടിയെ ശിക്ഷിക്കാതെ പിന്തിപ്പിക്കാം ഒക്കെ ചെയ്യാം. എന്തുകൊണ്ട്? ഇത് രാജാതിരാജനായ റബ്ബാണ്. രാജാതിരാജനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അവൻ റബ്ബാണ്. അവൻ നമ്മോട് ആദ്യം പറഞ്ഞ അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന്. പിന്നെ ഭൂമിയിലെത്തിയിട്ടാണ് പറഞ്ഞത് യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കും, നിങ്ങൾ റബ്ബായ എനിക്ക് ആരാധിക്കണം. അതെന്നെ പറഞ്ഞപ്പോൾ ന്യായം പറഞ്ഞു. യാ അയ്യുഹന്നാസു അബ്ദു ഇലാഹക്കും എന്നല്ല. ആദ്യത്തെ ആരാധനക്ക് വേണ്ടി കൽപ്പിച്ച ആദ്യത്തെ ആയത്ത് യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അൽ ബഖറ 21. യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء ورزقا لكم. എന്താ അല്ലാത്ത വേറെ ആരും പണിയെടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, ആ ആയത്തിന്റെ തന്നെ ഒരു ഭയങ്കര രസം. അള്ളാഹു ആദ്യമായി നമ്മളോട് ആരാധിക്കാൻ കൽപ്പിക്കാണ്. യാ അയ്യുഹന്നാസു അബ്ദു റബ്ബക്കും. ഇതിന് മുമ്പുള്ള സൂറത്ത് ഫാത്തിഹയിൽ അള്ളാഹു നമ്മോട് കൽപ്പിക്കല്ല, നമ്മൾ അള്ളാഹിനോട് അപേക്ഷിക്കുകയാണ്. ഫാത്തിഹയിൽ പ്രത്യക്ഷത്തിൽ കൽപ്പനയില്ല, പരോക്ഷമായ കൽപ്പനയുള്ളൂ. പ്രത്യക്ഷ കൽപ്പനയിൽ നമ്മുടെ അപേക്ഷയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഒരു അംറിന്റെ ദുആന്റെ ഒരു ഫിഅല് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ സനാഅത്തുകളാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു പ്രശംസയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിൻ്റെ പ്രശംസയാണ്. റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ പ്രശംസയാണ്. മാലിക് യൗമിദ്ദീൻ അള്ളാഹുവിൻ്റെ പ്രശംസയാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അള്ളാഹുവിനുള്ള പ്രശംസയാണ്. പിന്നെ ആകെ അള്ളാഹു സുബ്ഹാനഹു ആ സൂറത്തിൽ ഒരു അപേക്ഷ ഉള്ളത്, അത് അള്ളാഹു നമ്മളോട് കൽപ്പിക്കും. പക്ഷെ ഇത് അള്ളാഹു നമ്മോടല്ല, നമ്മൾ അള്ളാഹുടെ അപേക്ഷിക്കുക. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അത് അപേക്ഷയാണ്. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ കൽപ്പന വരുന്ന ആയത്ത് ഇതാണ്. ഏത്? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ഉഅ്ബുദൂ റബ്ബക്കും, റബ്ബായ എനിക്ക് നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട്? എനിക്ക് നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ട്? ഞാൻ റബ്ബായതുകൊണ്ട്. കൃത്യമാക്കി പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. റബ്ബിനെ ആരാധിക്കാൻ കാരണം അവൻ റബ്ബായതുകൊണ്ട്. അവൻ റബ്ബാണ്. നിങ്ങളോ അതിന്റെ മുന്തഫിഈന ബിറുബൂബിയത്തിഹി, അവന്റെ റുബൂബിയത്ത് കൊണ്ട് ഉപകാരം സിദ്ധിച്ചവരങ്ങള്. അപ്പൊ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതെന്താ? അത് നിങ്ങളുടെ ഇബാദത്താണ്. വഅൻതും മുന്തഫിഊന ബിറുബൂബിയത്തിഹി, അല്ലാഹു റബ്ബാണ് എന്നതുകൊണ്ട് ഉപകരിക്കുന്നവരാണ് നിങ്ങൾ. അല്ലാഹു റബ്ബാണല്ലോ, അവൻ രക്ഷിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ ജീവിക്കണേ. അപ്പൊ നിങ്ങൾ എന്തിനും തിരിച്ചു കൊടുക്കണ്ടേ? ഈ കരണ്ട് ഇവിടെ കത്തിക്കണേന് അതിന് ബില്ലെടുക്കണ്ടേ? അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ആരാ? നീ ഉപകരിച്ചോനാ. അവനാരാ? ഉപകാരം ചെയ്തോനാ, നീ ഉപകരിച്ചോനാ. അപ്പൊ യാ അയ്യുഹന്നാസ് എല്ലാം കഴിഞ്ഞിട്ടേ നമ്മളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ ബില്ലടച്ചാളി, നിങ്ങളെ ഇതുവരെ രക്ഷിച്ചെന്നല്ലോ. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ്, മുതുകല്ലിന്റെയും വാരിയലിന്റെയും ഇടയിൽ നിന്ന് ഒരു തെറിച്ചു പുറപ്പെട്ട ഒരു കറയിൽ നിന്ന് നിങ്ങളെ പഠിച്ചു. അങ്ങനെ തന്നെയല്ലേ? ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറാഇബ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ യൗമ തുബ്ല അസ്സറായിർ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ വസ്സമാഇ ദാത്തി റജ്ഇ വൽ അർളി ദാത്തി സുബ്ഹ. അവൻ നിങ്ങൾ റബ്ബാണ്, അവൻ നിങ്ങൾ ആരാധിക്കണം. അപ്പൊ ഈ കാണുന്ന നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ അവൻ പഠിച്ചു. വെള്ളം തന്നു, വെളിച്ചം തന്നു, ഭക്ഷണം തന്നു, എല്ലാം തന്നു. എല്ലാ സാധനങ്ങളും ആവശ്യമായതെല്ലാം തന്നു. എന്തിനും അവന്റെ സംവിധാനമാണ്. എന്തുകൊണ്ട്? അവൻ റബ്ബാണ്. നമ്മളെ ഉമ്മാടെ വയറ്റിലായി, പിന്നെ നമുക്ക് ഭക്ഷണമില്ല. നമ്മളെ അല്ലാഹു പഠിച്ചു. പിന്നെ 5-6-7 മാസം, നമ്മളെ 8-9 മാസം നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഉള്ളിൽ നിന്ന് വളർത്തുക. അതിൻ്റെ ഉള്ളിലുള്ള ഭക്ഷണം അവിടെ തന്നെ ഉണ്ട്. ഈ ഉള്ളിലുള്ള ഭക്ഷണം ഇനിയും മതിയാവൂല. മാത്രമല്ല, ഈ ഉള്ളിലുള്ള ഭക്ഷണം ഇനിയും കഴിക്കാനും പാടില്ല. എന്തുകൊണ്ട്? സംവിധാനങ്ങളൊക്കെ ശരിയായി. ഇനി പുറം ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായി? സുമ്മസ്സബീല യസ്സറ, പിന്നെ പുറത്തേക്കുന്ന വഴി എളുപ്പാക്കി. 4-4.5 കിലോ തൂക്കമുള്ള കുട്ടിയെ നിസ്സാരമായ ദ്വാരത്തിലൂടെ പുറത്താക്കി. എന്തുകൊണ്ട്? അവൻ ആരാണ്? റബ്ബാണ്. മനുഷ്യൻ അജൂലാണ്, ധൃതി പിടിച്ചവനായതുകൊണ്ട് മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇല്ലെങ്കിൽ മനുഷ്യനെ പോലെ, മനുഷ്യൻ എന്ന ചെറിയ ജീവിയല്ലേ, എത്ര ആനകൾ പ്രസവിക്കുക, എത്ര വൻ മൃഗങ്ങൾ പ്രസവിക്കുക, എത്ര കാട്ടുപോത്ത് കാട്ടെരുമകൾ പ്രസവിക്കുക. എന്നിട്ട് ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഓപ്പറേഷൻ ഇല്ല? മനുഷ്യന്റെ ദുശീലങ്ങളെ അത് പഠിച്ചിട്ടില്ല. മനുഷ്യന്റെ ദുശീലങ്ങൾ ആനകൾ പഠിക്കാൻ തുടങ്ങിയാൽ ആനകൾക്കും വേണ്ടി ആശുപത്രി ഉണ്ടാവും, ഓപ്പറേഷൻ. അതിനു മുമ്പ് ഇവിടെ മാമത്തുകൾ ഉണ്ടായിരുന്നു. മാമത്ത് എന്താണെന്നറിയോ? വേറൊരു തരം ആന. ഇന്നത്തെ ആന തന്നെ ചെറുതായതായിരിക്കും. അപ്പോ ആന എന്തുകൊണ്ട്? നിങ്ങൾക്ക് കേറാനുള്ള ഉയരം അല്ലേ അതിന് പറ്റുള്ളൂ. വലിയ ആനയും ചെറിയ മനുഷ്യൻ കാലാന്തരത്തിൽ എന്തായി? ചെറുതായി. മനുഷ്യന് വാഹനങ്ങൾ എന്തുകൊണ്ടാണ് വേണ്ടി വന്നത്? മനുഷ്യൻ ഒരു കാലത്ത് ഈ ഭൂമി ചുറ്റും 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചുറ്റിറക്കും. ഫ്ലൈറ്റ് അല്ല, എന്ത് നടക്കുക. ആചാര്യ മനുഷ്യന്മാരാണ്. മനുഷ്യൻ ചെറുതായപ്പോഴാണ് വാഹനം വേണ്ടി വന്നത്. ഒരു കാലത്ത് ഈ ജീവികൾ ഇതിനേക്കാൾ വലുതായിരിക്കും. എന്തുകൊണ്ട്? അന്ന് മനുഷ്യൻ അതിനെ വാഹനമാക്കേണ്ടേ ഇല്ല. നീ അന്ന് വാഹനമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തിന്റെ 10 ഇരട്ടി ഉണ്ടാവും. എന്തുകൊണ്ട്? അത്ര വലിയ മനുഷ്യന്മാരാകുമ്പോൾ ഈ പോത്തിന്റെ ഈ കൈതന്റെ പുറത്തേറിയാൽ ചത്തൂൽ. നിങ്ങൾക്ക് വേണ്ടിയാ പഠിച്ചത്. കാരണം അവൻ ആരാണ്? റബ്ബാണ്. അവൻ റബ്ബാണ്.
ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ കാരണങ്ങൾ എന്താണ്? ഇതിന്റെ കാരണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു കൃത്യമായ വിവരം പറയാൻ ആധുനിക ശാസ്ത്രത്തിന് കഴിയൂല. ഈ സംവിധാനങ്ങൾ അവൻ റബ്ബാണ്, അല്ലാഹു റബ്ബാണ് എന്ന് പഠിക്കണം. അല്ലാഹു റബ്ബാണെന്ന് പഠിച്ചാൽ ഇബാദത്ത് ചെയ്യും. ഇവിടെ ലാ ഇലാഹ ഇല്ലാഹു യുഹീ വയുമീതു റബ്ബുക്കും റബ്ബു ആബായിക്കും. അപ്പൊ നമ്മളെ പ്രശ്നം എന്തെന്നാൽ നമ്മൾ പഠിക്കണില്ല. എന്ത് പഠിക്കണില്ല? അല്ലാഹു റബ്ബായത് പഠിക്കണില്ല. അല്ലാഹു റബ്ബായത് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്താവും? ആരാധിക്കും. നമ്മൾ ബാപ്പാന്റെ കൂടെ സ്കൂളിലേക്ക് കയ്യും പിടിച്ചു പോയി. ബാപ്പാന്റെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് ചെന്നപ്പോൾ ഏതോ ഒരു അവിടെ നിൽക്കുന്ന ഒരാള് പറഞ്ഞു, എന്ത് ചെരുപ്പിന് പുറത്ത് വെക്ക്, അല്ലെങ്കിൽ സ്ലേറ്റ് പുറത്ത് വെക്ക്. ഓഫീസിലേക്ക് കയറിയപ്പോൾ അല്ലെങ്കിൽ മണമ്പിന്റെ മേലെ തുണിയെടുക്ക് എന്ന് എന്റെ ഒരു മാഷി പറഞ്ഞു എന്ന് സങ്കല്പിക്കി. മുടി വെട്ടിവാ, ഇയാള് മുടി കൊണ്ട് പറ്റൂല അങ്ങനെ പറഞ്ഞു വെക്ക. അപ്പൊ നമ്മളെ മനസ്സിൽ എന്ത് തോന്നും? ഇയാൾ ആരാണ് പറയാൻ? ഇതേ മനുഷ്യൻ പിന്നെ നമ്മളെ ക്ലാസ് ടീച്ചറാന്ന് ബോധ്യപ്പെട്ടാലോ പറയൊക്കെ കേൾക്കും. റബ്ബുക്കും അങ്ങനെ അർത്ഥം വെച്ചാണ്. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരാൻ തിരിയാതെന്നാൽ ആരാധിക്കൂല. അള്ളാഹു നമുക്കാര്. അവിടെയാണ് എന്തിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്? റബ്ബുക്കും യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ്. എന്നർത്ഥം എല്ലാവരുടെയും സമർപ്പണങ്ങളും അവകാശപ്പെട്ടവൻ അല്ലാഹുവാണ്. എല്ലാ ഇബാദത്തും ഒറിജിനാലിറ്റി ഇബാദത്താണെങ്കിൽ ആ ഇബാദത്തിൽ അന്തർലീനമായത് എന്താ? സമർപ്പണം. അങ്ങനെ തന്നെയല്ലേ? ഒരു ഇബാദത്തിന്റെ അന്തർഭാഗത്ത് ഒതുങ്ങിയത് എന്താ? ഇബാദത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിയ കാര്യം എന്താ? സമർപ്പണം. അൽഹംദുലില്ലാഹ് ഖൗലൻ വഫിഅലൻ വതഖരീറൻ. വാക്കായാലും പ്രവൃത്തിയായാലും അംഗീകാരമായാലും അതിന്റെ എല്ലാം, അത് വാക്കാകാം പ്രവൃത്തിയായ അംഗീകാരമാകാം, ഏതൊരു സമർപ്പണത്തിന്റെയും ഉള്ളിൽ സനാവുണ്ട്. അള്ളാഹു അതിന് അർഹനായതുകൊണ്ടല്ലേ നമ്മൾ നോമ്പോച്ച്? അള്ളാഹു അതിന് അർഹനായതുകൊണ്ടല്ലേ നമ്മൾ നിസ്കരിച്ച്? അള്ളാഹു അർഹനായതുകൊണ്ടല്ലേ നമ്മൾ സ്വതക്ക കൊടുത്ത്? അള്ളാഹു അർഹനായതുകൊണ്ടല്ലേ ഹജ്ജ് ചെയ്ത്? അവൻ അർഹനായിരിക്കുക എന്നത് അവന്റെ മേലുള്ള ഒരു സനാല്ലേ? അവൻ അർഹനായത് കൊണ്ടല്ലേ അവനെ നിസ്കരിച്ച്? അപ്പൊ ഈ നിസ്കാരത്തിന്റെ അന്തർധാര ഒരു സനാല്ലേ? നിസ്കരിക്കാൻ അവൻ അർഹനാണ്. അവൻ അർഹനായിരിക്കുക എന്നതാണ് അവന്റെ സനാവ്. അപ്പൊ ഈ അൽഹംദുലില്ലയിൽ മാത്രമല്ല സനാവുള്ളത്, എല്ലാ വിഭാഗത്തും സനാണ്. നമ്മൾ നിസ്കരിച്ചത് എന്തുകൊണ്ടാണ്? അവൻ നിസ്കാരത്തിന് അർഹനാണ്. നമ്മൾ നോമ്പോറ്റ എന്തുകൊണ്ടാണ്? നാം അവന്റെ കൽപ്പനക്ക് വഴിപ്പെടാൻ അവൻ അർഹനാണ്. നാം ഹജ്ജ് ചെയ്ത് എന്തുകൊണ്ടാണ്? നാം അവനെ കൽപ്പനക്ക് വഴിപ്പെട്ട് കൊടുക്കാൻ മാത്രം അവൻ അർഹനാണ്. നാം നയിച്ചുണ്ടാക്കിയ പൈസ അവിടെ മാത്രം ആലോചിക്ക്. ആ പൈസ നമ്മൾ ഒരു കാര്യം വന്നപ്പോൾ സ്വതക്ക കൊടുത്തു. എന്തുകൊണ്ട്? സ്വതക്ക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? വാസ്തവമാക്കൽ, തസ്ദീഖിനാണ് സ്വതക്ക എന്ന്. ഉള്ളിൽ അള്ളാഹുവിന് വിശ്വാസമുള്ളവനെ എന്ത് ചെയ്യുള്ളൂ? സ്വതക്ക കൊടുക്കുള്ളൂ. മറ്റൊരു പൈസ ഏറിയാൽ ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ചില മോലാൽമാരൊക്കെ കൊടുക്കും. അതല്ല ഇവിടെ സ്വതക്ക. സദക്ക എന്ന് പറഞ്ഞാൽ എന്താ? തിന്നിട്ടില്ലെങ്കിൽ കൊടുക്കും. ഇവിടെ മൾട്ടി മില്യോണിയർമാര് കൊടുക്കണ സ്വതക്ക അല്ലടാ സ്വതക്ക. അതിന് സ്വതക്ക അല്ല എന്ന് പറഞ്ഞ് വലിയ വലിയ ബാൾ എടുക്കണ്ട. അതല്ല. അത് അവരെന്തുകൊണ്ട് കൊടുത്തു? അവർ മില്യോണർമാരായതുകൊണ്ട് കൊടുത്തു. അതിന്റെ പിന്നിൽ അവർക്ക് ശൂറത്തുണ്ട്. ദൈവവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ കൊടുക്കും. എന്തുകൊണ്ട്? അവർക്ക് അതുകൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. എന്നാൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നിട്ട് ഭക്ഷണം കിട്ടിയപ്പോൾ ആ ഭക്ഷണം ആവശ്യക്കാരൻ വന്നപ്പോൾ കൊടുത്തു. എന്തുകൊണ്ട്? അതിലുള്ള വിശ്വാസമാണ്. അതാ സ്വതക്ക. സ്വതക്ക തസ്ദീഖിൽ നിന്നാണ്. എന്താ തസ്ദീഖ്? അള്ളാഹുവിനെയും റസൂലിനെയും സത്യമാക്കലിനാണ് തസ്ദീഖിൽ നിന്നാണ് എന്തുണ്ടായത്? സ്വതക്ക ഉണ്ടായത്. അപ്പൊ ഏതൊരു ഇബാദത്തിന്റെയും ഉള്ളിലുള്ള അന്തർധാര അവന്റെ സനാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാവരിൽ നിന്നും എല്ലാ നൽകാര്യത്തും സ്വീകരിക്കാൻ അവൻ അർഹനാണ്. എന്തുകൊണ്ട്? ഉടനെ പറഞ്ഞു എന്ത്?
റബ്ബിൽ ആലമീൻ. അവൻ സർവരെയും സംരക്ഷിക്കുകയല്ലേ, അപ്പോൾ അവരിൽ നിന്ന് ലഭിക്കേണ്ടത് അവന് തന്നെയല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ